ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഈ വയനാട് ദുരന്തം നമ്മുടെ മുൻപിലുണ്ട്. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥ മാറ്റമൊക്കെ ഒരു ഭാഗത്ത് വലിയ ചർച്ചയാകുന്നു. താങ്കളുടെ പുതിയ ആ കുറിപ്പ് വായിക്കുകയായിരുന്നു. ഈ പശ്ചിമഘട്ട മേഖലയിൽ ഇത്തരത്തിൽ വലിയ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾ അതിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്? അതെ, ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ എയറോസോൾസിനെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ എയറോസോൾസ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ധൂളീകണങ്ങളാണ്. അതിൻ്റെ നമ്മൾ അളക്കുന്നത് എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്സിലാണ് അത് അളക്കുന്നത്. അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ചിലയിടങ്ങളിൽ വളരെയധികം എയറോസോൾ കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. എയറോസോൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്നുണ്ടാകും. കാരണം സമുദ്രത്തിലെ ലവണങ്ങൾ ഈ തിരമാലകൾ വഴിയും കാറ്റ് വഴിയുമൊക്കെ അന്തരീക്ഷത്തിലേക്ക് കടക്കും. അത് മാത്രവുമല്ല, നമ്മുടെ ഓർഗാനിക് മാറ്റർ, സമുദ്രത്തിലെ ഓർഗാനിക് മാറ്ററും നമ്മുടെ തീരദേശത്ത് നടത്തുന്ന വേസ്റ്റ് ഡംപിങ്ങിൽ നിന്നുള്ള അതിൻ്റെ മാറ്ററും ഈ എയറോസോളായിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അത് പതിയെ കാറ്റിലിങ്ങനെ വന്ന് മലമ്പ്രദേശത്തേക്ക് പോവുകയാണ് പതിവ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിലയിടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കോഴിക്കോട്, നിലമ്പൂർ, വയനാട്, ആ മേഖലകളിൽ വളരെ മലപ്പുറം, അവിടെ ഈ കോഴിക്കോട് തീരദേശത്തുള്ളതിനേക്കാൾ 2 മടങ്ങ് എയറോസോൾ കണ്ടൻറ്റ് കൂടുതലായിട്ട് കണ്ടു. അതായത് 0.126 ആണ് കോഴിക്കോടെങ്കിൽ ഒരു ഏറ്റവും കൂടിയ അളവിൽ. അത് വയനാടെത്തുമ്പോൾ ഏകദേശം 300, നിലമ്പൂരെത്തുമ്പോൾ ഏകദേശം അതിനടുത്ത്, മലപ്പുറത്ത് ഏറ്റവും കൂടുതലാണ്. തെക്കോട്ട് വരുമ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇടുക്കിയിലും ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട്. അതിനുശേഷം തെക്കോട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖല, വയനാടിൻ്റെ മലയോര മേഖല, കൽപ്പറ്റയ്ക്കപ്പുറം മലകളുടെ ഇപ്പുറമാണ് ഏറ്റവും കൂടുതൽ എയറോസോൾ കണ്ടൻറ്റ് കാണുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒന്ന് ഈ സീ സോൾട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിനുശേഷം മറ്റ് മനുഷ്യനിർമ്മിതമായ പ്രവർത്തനങ്ങൾ, ഒന്ന് ട്രാഫിക്, കാറുകൾ, ബസ്സുകൾ, അങ്ങനെയുള്ള വാഹനങ്ങളിൽ നിന്നുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ, PM2.5 എന്ന് പറയുന്നത് 2.5 മൈക്രോമീറ്ററിന് താഴെയുള്ള കണങ്ങളാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. അത് മാത്രവുമല്ല, മറ്റ് പ്രവർത്തനങ്ങൾ, അതായത് ക്വാറിയിങ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ധൂളീശകലങ്ങൾ, എയറോസോൾസ്, ഇതെല്ലാം കൂടി ചേർന്ന് മലഞ്ചെരുവിലൂടെ ഉയർന്നു പൊങ്ങും. അതിനെ പറയുന്ന ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ്. ആ ഓറോഗ്രാഫിക് ലിഫ്റ്റിലൂടെ ഉയർന്നു പൊങ്ങുമ്പോൾ അവിടെയുള്ള മേഘങ്ങൾ വലുതാകും. അത് മലിനമായ മേഘങ്ങളാകും, ഡേർട്ടി ക്ലൗഡ്സ്. ഈ ഡേർട്ടി ക്ലൗഡ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിൽ ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയർ എന്ന് പറയുന്ന മഴത്തുള്ളികൾ ഉദ്ഭവിക്കുന്ന ഇടങ്ങൾ വളരെ വലുതാകും. അതായത് ഈ മാലിന്യവും കൂടെ ചേർന്ന് ഈ മഴത്തുള്ളികൾ വളരെ വലുതായി, പിന്നെ അതുമാത്രമല്ല അതിൻ്റെ മേഘങ്ങളുടെ ഘനവും കൂടി ഒറ്റയിടത്ത് നിശ്ചിതയിടത്ത് വളരെ ശക്തിയായ മഴ തുടർച്ചയായിട്ട് പെയ്യും. ആ മേഘം മുഴുവൻ പെയ്ത് തീരും. അപ്പോൾ അതാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വയനാടിൻ്റെ മലനിരകൾക്കിപ്പുറം നിലമ്പൂരും മലപ്പുറം ഒക്കെ വൾണറബിളായിട്ടുള്ള സ്ഥലമാണ്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ധൂളിശകലങ്ങൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ക്വാറികളുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 67 ലീഗൽ ക്വാറികളുണ്ട്. ഇല്ലീഗൽ എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുപോലെ മലപ്പുറത്തും ഉണ്ട് ഇല്ലീഗൽ ക്വാറീസും ലീഗൽ ക്വാറീസും ഉണ്ട്, നിലമ്പൂരും ഉണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളാണ് വയനാട്, നിലമ്പൂർ, മലപ്പുറം തുടങ്ങിയ മേഖലകൾ. അപ്പോൾ വളരെയധികം ശ്രദ്ധ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, കാലാവസ്ഥാ വ്യതിയാനം, ചൂരൽമല ഒപ്പം മുണ്ടക്കൈ ഇവിടങ്ങളിലെ ഈ ഉരുൾപൊട്ടൽ, അതിന് കാരണം, ആ ദുരന്ത കാരണമെന്ന് പറയുന്നത് ശക്തമായ മഴയാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശക്തമായ മഴ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതിഭാസമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുക ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായി എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ നിലക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത അത് കൂടുതൽ ഇപ്പോൾ ശക്തമാവുകയല്ലേ ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്? മിസ്റ്റർ ഉന്മേഷ്, ഞാനൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വിവരം പങ്കുവയ്ക്കാം 24ൻ്റെ പ്രേക്ഷകരുമായിട്ട്. ഇതൊരു പ്രകൃതി ദുരന്തമല്ല, ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. കാരണം കഴിഞ്ഞ ഏകദേശം 2011 മുതലുള്ള ഈ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ 2019 ശേഷം പുഞ്ചിരിമട്ടം മലയുടെ മുകളിൽ വളരെയധികം വലിയ നശീകരണ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതായത് ആ പീക്കിന് തൊട്ട് താഴെ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തൊട്ട് വശത്ത് 20 മീറ്റർ അപ്പുറത്തായിട്ടൊരു ക്വാറി ഉണ്ടായിരുന്നു. അത്
2019, 20, 21, 22, 23 വരെ 23 ആയപ്പോൾ വളരെ വലിയ നശീകരണ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. അവിടെ മാൻമെയ്ഡ് ഒരു തിട്ട പോലൊരു സംഭവം, ഒരു വൃത്താകൃതിയിലുള്ള ഒരു സ്ട്രക്ചർ, പിന്നെ 5 or 6 വലിയ പാറ കുഴിച്ചെടുത്ത സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പാറ ഖനനവും അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലുണ്ടായത്. പക്ഷേ ഈ തവണത്തെ ഉരുൾപൊട്ടലിൽ ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗവും കൂടി ഒഴുകിപ്പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ട്രിഗർ പുഞ്ചിരിമട്ടം മലയുടെ മുകളിലുണ്ടായിരുന്ന ക്വാറിയായിരുന്നു എന്നുള്ളതാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ആദ്യമായിട്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. മഴയാണ് ഒരു കാരണം. മഴ പെയ്തത് കൊണ്ടാണ് ഉരുൾപൊട്ടിയത്. പക്ഷെ ഉരുൾപൊട്ടി ഉണ്ടാകേണ്ടത് ചെറിയ ദുരന്തമായിരുന്നു. വളരെ ചെറിയ രീതിയിൽ കുറച്ചൊക്കെ ഒരു സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകും, ചെറിയൊരു നശീകരണമൊക്കെ നടത്തി അതങ്ങ് ഒഴുകിപ്പോകുമായിരുന്നു. പക്ഷേ ഈ ട്രിഗർ വലുതാകാൻ കാരണം, ഒരു പ്രദേശം മൊത്തം ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ക്വാറിയാണ്, പുഞ്ചിരിമട്ടം മലയുടെ മുകളിലുള്ള ക്വാറി. നമ്മുടെ റിപ്പോർട്ടർമാരെ അത് കണ്ടു കാണാൻ വഴിയില്ല, കാരണം അത് വളരെ മുകളിലാണ്. ഏകദേശം താഴെ നിരപ്പിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ മറച്ചു വെച്ചിരിക്കുകയാണ് ആ സ്ഥലം. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇല്ലാതായി. ജിയോളജിക്കൽ സർവേക്കാരോ മറ്റവിടെ അന്വേഷണം നടത്തിയവരോ ഒന്നും ഇത് കണ്ടില്ല. കാണാൻ കഴിയില്ല, കാരണം അത്രത്തോളം ഉയരത്തിലാണ്. അവിടെ എന്ത് പ്രവർത്തനമാണ് ഇതിൽ കൂടുതൽ നശീകരണം, എനിക്കറിയില്ല. ഇത് ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം അവിടെ കാണിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന്. അത് മാത്രവുമല്ല, മുണ്ടക്കൈ ടൗണിൽ 3 ക്വാറികളുണ്ടായിരുന്നു. ആ ക്വാറികളിലെല്ലാം ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇപ്പോഴും ക്വാറിങ് നടക്കുന്നുണ്ടായിരുന്നു, അതായത് ഈ സംഭവത്തിന് മുമ്പ്. അതെല്ലാം ഒഴുകിപ്പോയി. ഈ സമയത്ത് ഇതെല്ലാം ഒഴുകിപ്പോയി. അവിടെയൊക്കെ വെറുതെ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും കണ്ടറിയില്ല. പക്ഷെ നമുക്ക് സഹായത്തിനെത്തുന്നത് കഴിഞ്ഞ 4 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ടെടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ അത് കള്ളം പറയില്ല. കാരണം അവിടെ ഇത്രയും പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മനുഷ്യർ ചെന്ന് താമസിച്ചു, തീർച്ചയായിട്ടും അവിടെ സെറ്റിൽമെൻ്റ് ഉണ്ടായി, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ചില വ്യക്തികൾ അവിടെ വളരെയധികം വലിയ പാരിസ്ഥിതിക നാശം വരുത്തി വെച്ചിട്ടുണ്ട്. അവരാണ് ഇതിന് ഉത്തരവാദികൾ. ഈ വലിയ ദുരന്തത്തിന് ഉത്തരവാദികൾ. നമ്മൾ കാലാവസ്ഥയെ പഴിക്കുന്നതിന് പകരം ഇവരെയാണ് പഴിക്കേണ്ടത്. ഇവരാണ് ഇതിന് ഉത്തരവാദികൾ. ഈ മലയുടെ മുകളിൽ ക്വാറി ഉണ്ടാക്കിയവരും അതിന് താഴെ 3 വലിയ ക്വാറികൾ ഉണ്ടാക്കിയവരും. 3 മാത്രമേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഏകദേശം 12-14 ദിവസം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് ഇത് കണ്ടെത്തിയത്. 3 ദിവസം മുമ്പാണ് ഇത് കണ്ടത്. വളരെ ഷോക്കിംഗ് ആണ് അത് ശരിക്കും. അപ്പം പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഒരിടത്ത് നിശ്ചിതമായ മഴ, ഇത്രയും പോപ്പുലേഷൻ കൂടിയതുകൊണ്ട് ഇത്രയും പാരിസ്ഥിതിക നാശം നമ്മൾ പുറത്തൊക്കെ വരുത്തി വെക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വലിയ അളവിലുള്ള മഴ തീർച്ചയായിട്ടും ഇനി പ്രതീക്ഷിക്കണം. എല്ലാ മൺസൂണിലും നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇതിൻ്റെ ആഘാതം അഗ്രവേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്, ഇതിൻ്റെ ട്രിഗറിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് മനുഷ്യരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പുഞ്ചിരിമട്ടം മലയുടെ മുകളിലുള്ള ക്വാറിയാണ് ഇതിൻ്റെ ട്രിഗർ. അതിനെ തീർച്ചയായിട്ടും പഠിച്ച് അത് അത്തരം കാര്യങ്ങൾ മറ്റിടങ്ങളിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കണം. മറ്റ് മലനിരകളിലുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ കാൽ വെക്കാൻ പോകുന്നത്.